നമ്മൾ ബ്രയാനെ കൂടി ഇവിടുത്തെ പള്ളിയിലൊന്നും പോകണേണ്ട. എന്നിട്ട് ബ്രയാനെ ഉടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രയാൻ്റെ ഡ്രസ്സ് മാറിക്കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കീ എടുത്ത് ഞാനും ക്ലനമ്മയും കൂടി പുറത്തേക്ക് ഇറങ്ങണേ. ബ്രയാൻ സൈഡിൽ നിന്ന് നമ്മൾ നോട്ടുണ്ട് കേട്ടാ. നേരെ പുറത്തോട്ട് ഇറങ്ങി വാതിലും തുറന്ന് ഇതാണ്ട് നമ്മുടെ വണ്ടി ഇതാ കിടക്കണ വൈറ്റ്. അതിൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് ഗ്ലെനിയും നമ്മുടെ ഹാനിയിലും കൂടി പുറകെ കൂടി വരട്ടിരിക്കുകയാണ്. വലുതാര് കാറി കയറിയിട്ട് ബ്രാൻഡ് നോട്ടുണ്ട് കേട്ടോ. നേരെ വാതിലടച്ച് വണ്ടിയൊക്കെ ഓക്കെ അല്ലേ നോക്കി രണ്ടും മിററും ചെക്ക് ചെയ്തിട്ട് നേരെ വീഴ്ചക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് തുടക്കമൊന്നുണ്ടായിരുന്നു. സമയം കിട്ടിയില്ല. ഇപ്പോൾ വണ്ടി ഓടിച്ചപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിഞ്ഞത്. ഇവിടുത്തെ റോഡിൻ്റെയൊക്കെ പ്രത്യേകത എന്താ, 6 വഴിയാണ് റോഡൊക്കെ അത്ര സെറ്റപ്പ്. അങ്ങനെ നമ്മുടെ അവിടുത്തെ പള്ളി ചർച്ചിൻ്റെ പാർക്കിങ്ങിലെത്തി. പാർക്കിങ്ങാണ് കിട്ടണില്ല. നോക്കി നമ്മൾ ആവശ്യതയായിട്ടാണ്. അപ്പം ഇങ്ങനെ ഓടി വന്നപ്പോൾ അതേ ബാക്കിൽ നിന്നിട്ടെങ്കിൽ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കണം പാവം. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞ് അവരിറങ്ങി. നല്ല തണുപ്പ് നല്ല കാറ്റുണ്ട്. ഇവിടെയാണ് നമ്മുടെ പള്ളി സ്ഥിതി ചെയ്യണത്. നമ്മളങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പള്ളിയുടെ മേൽക്കുമ്പാരമാണ് കാണുന്നത്. പിന്നെ സൈഡ് റോഡും നമ്മൾ പതുക്കെ നടക്കുന്നത്. കണ്ട ബ്രയാൻ്റെ നോട്ടം കണ്ട ഒളിഞ്ഞു നോക്കണേണ് അവൻ. എന്താണ് ഈ പപ്പ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാൻ. അങ്ങനെ നടന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടാ. അവിടെ ഒരു ബാരിക്കേഡറൊക്കെ വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാനുള്ള ചെക്കിങ് കാര്യങ്ങളും നടത്തുന്നത് കേട്ടോ. ഇവിടെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബോയ്സിൻ്റെയും റൈറ്റ് സൈഡിൽ കാണുന്നത് ഗേൾസിൻ്റെ വേണ്ട. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി, നമ്മൾ ഇപ്പുറത്തോട്ട് പോകണമല്ല. അങ്ങനെയുള്ള നാട്ടടപ്പ്. ചെക്കിങ് കഴിഞ്ഞ് ഇറങ്ങി ഇതേ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ആദ്യം തന്നെ ക്ലെനിയനോട് ചോദിച്ച് ഇന്നും പിടിച്ചാൽ പോലീസായിരുന്നാണ്. എപ്പോൾ അവിടെ ചെക്ക് കഴിഞ്ഞാലും നിൻ്റെ പേരെന്താണെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. കണ്ടൊരു മുസ്ലിം ഡുക്കോളാറണമെന്ന് തോന്നുന്നു. ഇതേ അങ്ങനെ പള്ളിയുടെ മുമ്പിലേക്കെത്തി എന്തോ പരിപാടി നടക്കണമെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായാലും കുശലായിട്ടുണ്ട്. അതെ ഔസേപ്പ് പുണ്യാളുടെ 20-ാം തീയതിയാണെന്ന് തോന്നുന്നത് ഇവിടെ. അതാണെന്ന് തോന്നുന്നത് ഇപ്പം തിരക്കും കാര്യങ്ങളും. അപ്പോൾ അതേ അവിടെ ഔസേപ്പ് പുണ്യാളുടെ രൂപം വെച്ചിട്ടുണ്ട്. ആ രൂപത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഔസേപ്പ് പുണ്യാളുടെ രൂപം മുത്താൻ പോയപ്പോഴാണ് ഇതേ നിന്നെ വിടൂലാടി എന്ന് പറഞ്ഞൊരുത്തൻ വലിയോട്ട് വലി. അതും കഴിഞ്ഞതേ രൂപമുത്തന്നെ അടുത്തോട്ട് ഒന്ന് മുത്തിയോളൂ. ഇതേ ലൈറ്റ് നിന്ന് കത്തി. ഇനി ഇത് എന്താണെന്ന് വിചാരിച്ചു. അത്ഭുതം എന്ന് പറഞ്ഞ് എന്നെ നോക്കണ്. ഞാനും പറഞ്ഞു അത്ഭുതം തന്നെ. കുരിശിൻ്റെ വഴി അടക്കണ്ട ഇവിടെ. ഒരാളത് മുട്ടൂത്തിന്ന് നല്ലോണം പ്രാർത്ഥന. ഔസേപ്പ് പുണ്യാളുടെ കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഇവിടെ വിൽക്കാൻ പറ്റി. പിന്നെ ഇത് കുറേ ഓട്ടർ ബോയ്സും മുസ്ലിംമാരും ഒക്കെ കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നത് ചർച്ചിലേക്ക് കയറാൻ പോവുകയാണ് കുർബാന നടക്കണതിന് മുമ്പേ. അതിൻ്റെ ഇടയ്ക്ക് ബ്രയാൻ ഉറക്കലേ ഇവിടെ തകൃതിയായിട്ട് നടക്കണ്ടേ. പള്ളിയുടെ മെയിൻ എൻട്രൻസിലേക്ക് കയറി കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തിയപ്പോൾ അതേ കണ്ടില്ലേ, പള്ളിയുടെ ഉള്ളാണ് ഈ കാണുന്നത്. നല്ല രസമുള്ള പള്ളിയാട്ടോ കണ്ട, നല്ല റൗണ്ട് ഷേപ്പിൽ. നമുക്ക് പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റില്ല, ബ്രയാനുള്ള കാരണം നമ്മൾ നേരെ ഏഞ്ചൽസ് റൂമിലേക്ക് കയറണേണ്ട. അവിടെ മാതാവിൻ്റെ പടമുണ്ട്. നല്ല രസമാണ് ഏഞ്ചൽസ് റൂം. ഫുൾ AC ആണ്, ക്ലീനാണ്. അങ്ങനെ ബ്രയാൻ്റെ ഒരു ചെറിയ ഉറക്കനേക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പതുക്കിയതേ ദൈവത്തിലേക്ക് തിരിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കുറേ നേരിട്ട് ഒരാൾ കിടന്ന് ഇങ്ങനെ ബ്രയാനെ നോക്കി കറങ്ങാണ്ടിട്ട. പുറത്തേക്ക് ഇറങ്ങി ബ്രയാൻ ഉറക്കാനുള്ള തന്ത്രപ്പാട്ട് ഗ്ലീനി കറക്കലോട് കറലുകളി കൊച്ചിനെ കൊണ്ട്. എന്നിട്ട് ഒരു രക്ഷയില്ല. ആളതേ പിന്നെയും ഇതന്നെ അവസ്ഥ. നേരെ നേരെ വെച്ച് പിടിച്ച് ഊട്ടുവരയിലേക്ക്. ഊട്ടുവരയിൽ നോക്കിയപ്പോൾ നല്ല ഫുഡ്. എന്തായാലും ഒന്നും വന്നത് ലാഭമായി. ഫുഡടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് എന്തിനു വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വെയിറ്റ് ചെയ്ത്. എന്തിനാണെന്ന് നിങ്ങൾക്ക് തേടി ഇപ്പം അറിയാൻ പറ്റൂട്ടാ. ഇത് വരണടാ മോനെ, ഇതാണ് നമ്മുടെ പായസോട്ടാ. സൂപ്പർ സാധനം അടിക്കന്നെ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെ പരിപാടിയും കഴിഞ്ഞ് വണ്ടിയും കൂടെ തിരിച്ചൊരു പോക്കാ പോയി നേരെ നമ്മുടെ റൂമിലേക്ക്. അങ്ങനെ നമ്മുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ച റൂമിൽ